നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് 1.5 മണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് നമ്മുടെ കാർ പോർച്ച്. ഇവിടെ നമ്മുടെ ടാക്സികളും കാറുകളും എല്ലാം വന്ന് നിൽക്കുന്നത് ഇവിടെ. അപ്പൊ നമുക്കിന്ന് റെന്റഡ് ടാക്സി എടുത്തിട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം. ടാക്സി ബുക്ക് ചെയ്യുന്നതിന് മുമ്പായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മലേഷ്യക്ക് പോകുന്നതിന് മുമ്പായി 3 ദിവസം മുൻപായി തന്നെ നമ്മൾ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അതിന് പാസ്പോർട്ട്, ID കാർഡ്, ഡിപ്പെൻഡൻറ്റ് പാസ്സാണോ, എംപ്ലോയ്മെൻറ്റ് പാസ്സാണോ, ഏത് തരം കാർഡാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ആ കാർഡുകൾ നമുക്ക് ആവശ്യമായി വരും. ഇത് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പോരാത്തതിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും വെക്കേണ്ടതാണ്. നമുക്ക് ഇത് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി തന്നെ നമ്മൾ ഗൂഗിളിൽ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. ഇതിൽ ബാക്കി എല്ലാ പ്രോസസ്സും വളരെ സുഗമമായി നടക്കുന്നതാണ്. ഈ ബുക്കിംഗ് മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടാക്സി ബുക്കിങ്ങിലേക്ക് വരാം. ഇവിടെ സിംഗപ്പൂർ പ്രധാനമായും സിഗ്, ഗ്രാബ്, ഗോചക്ക്, ടഡ, റെയ്ഡ ഇങ്ങനെ ഒത്തിരി ഓൺലൈൻ ടാക്സികൾ അവൈലബിൾ ആണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിഗ് എന്ന് പറഞ്ഞ CDC സിഗ് ആപ്പാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നു, കുട്ടികളാണോ, സുഖമില്ലാത്തവരാണോ, വീൽ ചെയർ യൂസ് ചെയ്യുന്നവരാണോ, അപ്പം അതിനെ ബേസ് ചെയ്ത് നമുക്ക് അനുയോജ്യമായ തരത്തിലുള്ള ടാക്സി നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യാം. നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നമുക്ക് അവർ പിക്കപ്പിനുമായി വരും. നമ്മൾ ടാക്സി ബുക്ക് ചെയ്യേണ്ട സ്ഥലം, അതായത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേര് ബാൻ സാൻ സ്ട്രീറ്റ് എന്നാണ്. ബാൻ സാൻ സ്ട്രീറ്റ്, സിംഗപ്പൂർ. അതിൻ്റെ പേരും സ്പെല്ലിങ്ങും ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ആഡ് ചെയ്തേക്കാം. നമ്മളിപ്പോൾ പോകുന്ന ബാൻ സാൻ സ്ട്രീറ്റ് സിംഗപ്പൂരിലെ ഒരു പഴയ ഡിസ്ട്രിക്റ്റായ ജലൻ ബസാറിലുള്ള ഒരു സ്ഥലമാണ്. ഈ ബാൻ സാൻ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ക്യാബിലോ നമുക്ക് മലേഷ്യക്ക് പോകാവുന്നതാണ്. ഇത്തവണ ഞങ്ങൾ 5 പേര്, അതിൽ കുഞ്ഞുമക്കളും ഉൾപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ കാറിനാണ് പോകുന്നത്. അപ്പോൾ കാറിന് പോകാനായിട്ട് ടാക്സി എടുക്കുമ്പോൾ ബാൻ സാൻ സ്ട്രീറ്റിൽ അവിടെ ഒരു ടാക്സി ടെർമിനൽ ഉണ്ട്, ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ചെന്നിട്ട് ടാക്സി ബുക്ക് ചെയ്യണം. ടാക്സി ബുക്ക് ചെയ്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടാക്സി ലഭിക്കും. ഈ ടാക്സി നമുക്ക് സാധാരണ സിംഗപ്പൂരിൽ നിന്ന് ബുക്ക് ചെയ്യാവുന്ന ഒരു ടാക്സി അല്ല. ഇതിന് ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ അല്ല. അത് പ്രത്യേകമായി തന്നെ ലൈസൻസ് കിട്ടിയിരിക്കുന്ന ക്രോസ് ബോർഡർ ടാക്സിയാണ്. അതായത് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയുടെ ആ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് മാത്രം പ്രത്യേക ലൈസൻസ് കിട്ടിയ ടാക്സിയാണ്. അപ്പോൾ ഈ ടാക്സി ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ അല്ല. അതിൻ്റെ പ്രൈസ് ചാർജ് ആണെങ്കിലും ഒരു ഫിക്സഡ് പ്രൈസ് ചാർജ് ആണ്. അതായത് ഒരാൾക്ക് $15 വെച്ച് ചാർജ് ചെയ്യും. അതുപോലെ ഞങ്ങൾ 5 പേര് ഒരു ടാക്സി പിടിച്ചു പോയതിന് $60 ചിലവായിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോയിന്റുകളോട് കൂടുതൽ അടുത്തിട്ടുണ്ട്. അവിടെ പലയിടത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡ്രഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രഗ്സ് ട്രാൻസ്ഫർ ചെയ്യുകയോ അത് ക്യാരി ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ലെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡോഗ് സ്ക്വാഡും ബാക്കി പോലീസും എല്ലാ ചെക്കിങ്ങുകളും സാധാരണഗതിക്ക് അവിടെ ഉള്ളതാണ്.
ഇപ്പം നമ്മൾ കാണുന്നത് ഒരു നമ്മുടെ ഇമിഗ്രേഷൻ സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് ആവുന്നതും മലേഷ്യയിലോട്ട് എൻ്റർ ആകുന്നതും ചെക്ക് പോയിന്റുകളൊക്കെയാണ്. അപ്പം ചെക്ക് പോയിന്റുകൾക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ആ ഭാഗങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് ആവുകയും മലേഷ്യയിലോട്ട് എൻ്റർ ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ കാറിലായതുകൊണ്ട് തന്നെ നമ്മുടെ കാറ് ഈ ഓഫീസേഴ്സിൻ്റെ ബൂത്തിനടുത്ത് ചെല്ലുകയും നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു പാസ്പോർട്ടിൽ ഓരോരുത്തരുടെയും പേര് നോക്കി നമ്മളെ വിളിച്ച് നമ്മൾ തന്നെയാണെന്ന് കൺഫേം ചെയ്ത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംശയാസ്പദമായ ഒന്നുമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ ആ ചെക്ക് പോയിന്റ് കടത്തിവിടുകയുള്ളൂ. അത് സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴും മലേഷ്യയിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ്. തിരിച്ചു വരുമ്പോഴും ഇതേ ചെക്കിങ്ങുകളും എല്ലാം ഉള്ളതാണ്. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് ആയ ടെർമിനലിൻ്റെ പേര് വുഡ്ലാൻഡ് കോസ്വേ എന്നും അതുപോലെ ആ ടാക്സിയിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിൻ്റെ പേര് ലാർക്കിൻ സെൻട്രൽ ടെർമിനൽ ഇൻ ജോഹർ ബഹ്റു. സോ ജോഹർ ബഹ്റു എന്ന് പറയുന്നത് നമ്മൾ മലേഷ്യയിലും മറ്റേ വുഡ്ലാൻഡ്സ് സിംഗപ്പൂരുമാണ്. അതാണ് നമ്മുടെ എക്സിറ്റ് ആൻഡ് എൻട്രി പോയിന്റ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം മലേഷ്യയാണ്. മലേഷ്യയിൽ നമ്മൾ മലേഷ്യയുടെ റോഡുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന ഭാഗമാണ് ലാർക്കിൻ സെൻട്രൽ ടെർമിനൽ ജോഹർ ബഹ്റു. ഇതാണ് ലാർക്കിൻ സെൻട്രൽ ടെർമിനൽ. ഇവിടെ ടാക്സികളും ബസ്സുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ തന്നെ 2 ഭാഗത്തായിട്ട് ടാക്സിയുടെ ഡ്രോപ്പ് ഓഫും പിക്കപ്പും ബസ്സിൻ്റെ ഡ്രോപ്പ് ഓഫും പിക്കപ്പും ഉണ്ട്. നമുക്ക് മലേഷ്യയിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർക്ക് പോകുന്നതും അതേ ടെർമിനലിൽ തന്നെയാണ്. ഇവിടുന്ന് നേരെ പോയത് ഞങ്ങളുടെ അക്കോമഡേഷൻ സ്ഥലത്തോട്ടാണ്. അക്കോമഡേഷൻ ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.